Good morning, everybody. 13ലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 12 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അത് ഏകദേശം ഒന്ന് കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ട് വർക്ക്. അത് കഴിഞ്ഞ ഉടനെ അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആയിരിക്കും എക്സസൈസ് 7.3 ചെയ്യുന്നത്. ഓക്കെ. എക്സസൈസ് 7.3 നമ്മളിത് കണ്ടിന്യൂഡ് പോർഷൻ ആണ് എടുക്കുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ 13th ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കുന്നത് എന്താണ്? cos of 2x minus cos 2 alpha divided by cos x minus cos alpha dx. ഇതിനകത്ത് ഈ ആൽഫ എന്ന് പറയുന്ന പാർട്ട് കോൺസ്റ്റന്റ് ആണ്. കോസ് 2 ആൽഫ എന്ന് പറയുന്നത് മൊത്തത്തിലെ കോൺസ്റ്റന്റ് ആവും. കോസ് ആൽഫ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എക്സ് ആണ് വേരിയബിൾ. അപ്പൊ ആൽഫ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കോസ് ആൽഫയും കോൺസ്റ്റന്റ് ആയിരിക്കും ഫോർ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് ആൽഫ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇനി ഇതിനെ ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ താഴത്തേതൊക്കെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണമല്ലോ. സി മൈനസ് സി ഉണ്ട്, എന്തോ ചെയ്യും? ആദ്യം കോസ് 2x നമുക്ക് ഫോർമുല വെച്ച് യൂസ് ചെയ്യാം അല്ലെ. കോസ് 2x ഫോർമുല എന്താ? കോസ് 2 തീറ്റ. ഫോർമുല എന്താണ്? ഒരു സെക്കൻഡ്. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്താണ്? 2 cos square alpha 2 cos square തീറ്റ മൈനസ് 1 അല്ലെ. 2 cos square തീറ്റ മൈനസ് 1 ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഓക്കെ. ഇതിനകത്ത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് cos 2x becomes 2 into cos square x minus 1 പിന്നെ മൈനസ് ഓഫ് 2 into cos square ആൽഫ മൈനസ് 1 എന്നാ വരുന്നത്. ആ മൈനസ് 1 ഇവിടെ വരുമ്പോഴത്തേക്കും പ്ലസ് 1 ആകും. ഓക്കെ. ഹോൾ ഡിവൈഡഡ് ബൈ cos of x minus cos of alpha. ഓക്കെ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ഇത് രണ്ടും ക്യാൻസൽ ആയി. 2 കോമൺ എടുത്തു. പിന്നെ cos square x minus cos square alpha അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. cos square x minus cos square alpha. അപ്പൊ അതിനെ a plus b a minus b ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ that becomes cos of x plus cos of alpha into cos of x minus cos alpha. താഴെ ഡിനോമിനേറ്ററിൽ cos x minus cos alpha as it is കിടപ്പുണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഇന്റഗ്രേഷൻ ചെയ്തു കൊടുക്കാം. എല്ലായിടത്തും dx കൂടെ വേണം. ഓക്കെ. അപ്പൊ 2 into integral of cos x dx integral of cos of x dx plus എന്താണ്? cos alpha. അപ്പൊ cos alpha into integral of 1 dx. ഞാൻ എന്താ ഇവിടെ അങ്ങനെ ചെയ്തത്? cos alpha കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ. cos alpha കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്തെടുക്കാൻ പറ്റും. അതാണ് അവിടെ സംഭവം. പിന്നെ that is equal to പിന്നെന്താണ്? 2 അവിടെ കിടപ്പുണ്ട്. what is integral of cos dx? ഫോർമുല integral of cos x dx is equal to sin x plus c. ഓക്കെ. അങ്ങനെയാണ് ഫോർമുല. അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്നത് sin of x plus cos alpha as it is ആണ്. cos alpha integral of 1 dx എന്ന് പറഞ്ഞാൽ x ആണ്. into x cos alpha into x plus c. ഇത് ബ്രാക്കറ്റ്. ഓക്കെ. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇത് എക്സ് ഒന്നിലോ cos ആൽഫയ്ക്ക് ഫ്രണ്ടിൽ ഇടാം അല്ലെങ്കിൽ പിന്നിടാം. ഇറ്റ്സ് ഓക്കെ. പക്ഷെ 2 ഹോൾ ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ദിസ് ഈസ് യുവർ ആൻസർ. വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എത്രാമത്തെ? 14th ആണ്. I will be equal to
cos of x minus sin of x whole divided by 1 plus sin 2x. ഇത് എങ്ങനെ എടുക്കാൻ പറ്റും? 1 plus sin 2 theta. Cos x minus sin x equal to cos x minus sin x ഉണ്ട് divided by 1 plus sin 2x ആണ് കിടക്കുന്നത്. ഇതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ 1 plus sin 2x മാറ്റി ഇതിന്റെ ഫാക്ടേഴ്സിന്റെ രീതിയിൽ മാറ്റാൻ പറ്റുമോ? 1നെ നമുക്ക് cos സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ sin 2x എനിക്ക് sin 2 theta യുടെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുമോ? sin 2 theta equal to 2 sin theta cos theta. പിന്നെ 1നെ എനിക്ക് എഴുതാൻ പറ്റും cos സ്ക്വയർ theta മൈനസ് sin സ്ക്വയർ theta. അല്ലേ? ഇതൊക്കെ ഐഡന്റിറ്റീസ് ആണ് കേട്ടോ. ഇത് ഐഡന്റിറ്റിയാണ്, ഇതും ഐഡന്റിറ്റിയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഒരു ഫാക്ടർ ആണ് ന്യൂമറേറ്റർ. അപ്പൊ നമുക്ക് അത് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ ആസ് ഇറ്റ് ഈസ് അവിടെ കിടക്കുന്നു. cos of x മൈനസ് sin of x ആയിട്ട് എഴുതിയിട്ട് ഇന്റഗ്രേഷൻ അല്ല ബുദ്ധിമുട്ട്, അതിന് മുമ്പത്തെ സിംപ്ലിഫിക്കേഷൻ ആണ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ഈസ് ഈസി. ഓക്കെ, 1ന് പകരം എനിക്ക് എഴുതാൻ പറ്റും cos സ്ക്വയർ theta അല്ലല്ലോ പ്ലസ് sin സ്ക്വയർ theta. ഞാൻ അവിടെ മിസ്റ്റേക്ക് ആയിട്ട് എഴുതാം. ഓക്കെ, പ്ലസ് sin സ്ക്വയർ theta എന്ന് എഴുതി. ഓക്കെ, cos സ്ക്വയർ theta പ്ലസ് sin സ്ക്വയർ theta എന്ന് എഴുതി. പിന്നെ sin 2 theta, sin 2x ഞാൻ എഴുതുന്നത് 2 sin theta 2 into sin theta cos theta. ഓക്കെ, ഈക്വൽ ടു അല്ല, പ്ലസ് ആണ് അവിടെ. Okay, into dx. So that will be equal to, ഇനി താഴത്തെ എന്താണ്? a square plus 2ab plus b square എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന് a plus b a minus b എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. So this becomes cos of x minus sin of x whole divided by താഴെ എന്താണ്? cos of x plus sin of x. ഇവിടെ x ആണല്ലോ, തീറ്റ അല്ല കേട്ടോ. ഇവിടെ x ആണ്. cos of x plus sin of x whole square ആയിട്ട് വരും. ശരിയാണോ? cos x plus sin x whole square ആയിട്ട് വരുന്നു. ഇനി എന്തോ ചെയ്യണ്ടേ? 2 sin x അവിടെയും കൂടെ 2 sin theta എന്ന് എഴുതി. ഇനി നമുക്ക് ഇനി ഒരുപാട് അങ്ങോട്ട് ആ രീതിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഡിനോമിനേറ്ററിന് അകത്ത് കിടക്കുന്ന സംഭവത്തിനെ നമുക്ക് t ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ന്യൂമറേറ്റർ dx equal to dt എന്ന് കിട്ടും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു ഇന്റഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് അസ്യൂം ചെയ്യാം. ഇനി അസംപ്ഷൻ ആണ് വേണ്ടത്. ലെറ്റ് cos of x plus sin of x, substitution method. Okay, cos of x plus sin of x equal to t. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഇന്റഗ്രൽ അല്ല, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ എക്സ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ്, ഇതോടെ dx. ഓക്കെ, ഈക്വൽ ടു dt. അപ്പൊ ഇതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാമെങ്കിൽ എന്തോ എനിക്ക് കിട്ടുന്നത്? ഐ ഗെറ്റ് cos of x minus sin of x into dx equal to dt. അപ്പോ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്ന പോർഷൻ, ഈ ന്യൂമറേറ്ററിന്റെ പോർഷൻ മൊത്തത്തില് dt ആയി, പിന്നെ താഴെ ടി സ്ക്വയർ മാത്രമായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു? ദിസ് വിൽ ബിക്കം ഈക്വൽ ടു, ഓക്കെ, ഈ അസംഷൻ എടുത്തിട്ട് എങ്ങോട്ട് പോകുന്നു നോക്കിയേ. ഇന്റഗ്രൽ ഓഫ് എന്താണ്? മുകളിലത്തേത് dt, പിന്നെ താഴത്തേതോ 1/t സ്ക്വയർ. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? t സ്ക്വയർ. അപ്പൊ ഇതിന്റെ എങ്ങനെ? t⁻² ആണിത് അല്ലേ? അപ്പൊ t⁻² -2 + 1 divided by -2 +
പ്ലസ് 1 പ്ലസ് സി. ഇനി ആ ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ടി റീപ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി മുകളിലത്തെ ന്യൂമറേറ്റർ ഈ പവറും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. കോസ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. റേസ് ടു -1. ഓക്കെ, റേസ് ടു -1 ഡിവൈഡഡ് ബൈ -1. അപ്പൊ ഞാൻ അവിടെ മൈനസ് എഴുതുന്നു പ്ലസ് സി. വേണമെങ്കിൽ ഇതിനെ 1 cos x plus sin x എന്ന് എഴുതാം, -1 cos x plus sin x എന്നും എഴുതാം. ഓക്കെ, so this can be written as -1 divided by cos of x plus sin of x plus c. ഇതായിരിക്കും ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് അല്ല, ഇന്നത്തെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ ഓഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ആണ് I equal to integral of tan raised to 3 into 2x into sec of 2x into dx. ഓക്കെ, ഇതിന്റെ എങ്ങനെ എടുക്കാൻ പറ്റും? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് sec x അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് sec x? ഡെറിവേറ്റീവ് ഓഫ് sec x എന്താണ്? Derivative of sec x into tan x. sec x into tan x ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഡെറിവേറ്റീവ് ഓഫ് sec x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec x into tan x ആണ്. അപ്പൊ ഞാൻ എന്തോ ചെയ്യും, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നോക്കട്ടെ, ട്രൈ ചെയ്യാം. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രൽ ഓഫ് ഈ ടാൻ സ്ക്വയർ എന്ന് ആദ്യം എഴുതാം. ടാൻ സ്ക്വയർ 2x എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഇൻറ്റു ഇതിൽ നിന്ന് ഒരു ടാൻ എക്സ് എടുക്കാൻ പറ്റും. സീക്ക് 2x ഇൻറ്റു ടാൻ 2x എന്ന് എഴുതി. ഓക്കെ, സീക്ക് 2x ഇൻറ്റു ടാൻ 2x dx എന്ന് എഴുതി. ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ സീക്ക് 2x ഈക്വൽ ടു ടി എന്ന് എടുക്കുന്നു. ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത്? ലെറ്റ് sec 2x ഈക്വൽ ടു ടി. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? sec x ഈക്വൽ ടു ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x, what do you get? We get sec x അല്ലെങ്കിൽ sec 2x into tan 2x into dx ഈക്വൽ ടു dt. ഇത് അങ്ങനെ ആയി മാറും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ പോർഷൻ സെറ്റ് ചെയ്തു. പക്ഷെ ഈ ടാനിന്റെ കാര്യം എന്ത് ചെയ്യും? ഈ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കിനെ നമുക്ക് 1+ ഉള്ള രീതിയിൽ മാറ്റുക. ഓക്കെ, അപ്പൊ sec 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്. അപ്പൊ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇരിക്കുന്നത്? ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1+ ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec സ്ക്വയർ ആണ്. അപ്പൊ അത് sec സ്ക്വയർ എക്സ് -1 ആണ് അല്ലെ? sec സ്ക്വയർ എക്സ് -1 ആണ്. അപ്പോ that will become t square -1. Is that clear? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്, ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പുട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ sec സ്ക്വയറിന്റെ ഈക്വൽ ടു ടി ഈക്വൽ ടു ടി എന്നുള്ളത് എടുക്കത്തില്ല, മറ്റേതെടുക്കും. ഈ താഴത്തെ ടാനിനെ മാറ്റി t square -1 എന്നുള്ള ഫോർമുല അവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക്. അപ്പൊ tan square 2x എങ്ങനെ എടുക്കുന്നത്? tan square 2x I will be equal to tan square 2x എന്നുള്ളത് 2x എന്നുള്ളത് മാറിപ്പോകും കേട്ടോ. ഇവിടെ നമുക്ക് 2x ആണ്, tan square 2x ആണ്. അപ്പൊ sec square 2x ആകും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. I will become equal to the integral of tan square 2x. എന്താണത്? t square -1 into ഈ ഫുൾ ഐറ്റം എന്ന് പറയുന്നത് dt ആണ് അല്ലെ? ഈ ഫുൾ ഐറ്റം എന്താണ്? dt ആണ്. അപ്പൊ അത് dt ആയിട്ട് എടുക്കുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് t raised to 2 + 1 divided by 2 + 1 minus t അല്ലെ? 1ന്റെ ഇന്റഗ്രൽ t plus c. ഓക്കെ, 1ന്റെ ഇന്റഗ്രൽ t plus c. ഓക്കെ, ഇനി എന്താ വേണ്ടത്? t റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. വാട്ട് വാസ് t? t was sec 2x. അപ്പോൾ നമുക്ക് കിട്ടുന്നത് sec of 2x raised to 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. sec raised to 3 വേണമെന്ന് വെച്ചാൽ ഹോൾ ക്യൂബ് ആയിട്ട് എഴുതാം, കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 3 മൈനസ് sec 2x plus c.
ദിസ് ഈസ് യുവർ ആൻസർ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ശരിയാണോ നോക്കിക്കോ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ × 2 വേണമായിരുന്നോ? ഇവിടെ ഒരു 2 വേണമായിരുന്നോ? കാരണം ഇവിടെ 2x അല്ലേ കിടക്കുന്നേ. അപ്പൊ അവിടെ ഒരു 2 വേണം. അവിടെ ഒരു 2 വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ dt/2 എന്നാകും. ഓക്കെ, അവിടെ നമുക്ക് dt/2 എന്നാകും. dx is equal to അത്രയും /2 എന്നാകും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടെ /2 എന്ന് എഴുതിയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്കൊരു 1/2 കൂടെ വരും, അത്രേ ഉള്ളൂ. ദിസ് ഈസ് 1/2. സോ ദിസ് ഈസ് 1/2 into this side. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണം കേട്ടോ. വേറെ ആരാ? 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16th. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ. പിന്നെ 16th ക്വസ്റ്റ്യൻ എന്താണ്? tan raised to 4x എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് 16th ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് tan raised to 4x dx എങ്ങനെ എടുക്കാൻ പറ്റും? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? tan square into tan square എന്ന് എഴുതാം. ആദ്യം tan square x into tan square x എന്ന് എഴുതാം. എന്നിട്ട് അതിനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഒരെണ്ണത്തിനെ നമുക്ക് tan square x into ഇതിനെ നമുക്ക് മാറ്റാം sec square into എന്നുള്ള രീതിയിൽ മാറ്റാം. ഓക്കെ, എങ്ങനെ മാറ്റാം? ഇന്റഗ്രൽ ഓഫ് ഇത് tan square x ആയി. ഇതെന്താണ്? sec square minus 1 ആണ് അല്ലെ? sec square x minus 1 ആണ് into dx. ഓക്കെ, tan square എന്ന് പറഞ്ഞാൽ sec square x minus 1 ആണ്. ഒരെണ്ണം മാറ്റി, ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ ഓഫ് sec square x into tan square x, sec square x into tan square x minus tan square x into dx. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കും. അപ്പൊ ഇനി ഈ tan സ്ക്വയറിനെ വീണ്ടും നമുക്ക് മാറ്റേണ്ടി വരും. tan സ്ക്വയറിനെ വീണ്ടും മാറ്റേണ്ടി വരും. പിന്നെ ഈ sec സ്ക്വയറിനെ അല്ലെങ്കിൽ ഈ tan സ്ക്വയറിനെ നമുക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, നമുക്ക് പതുക്കെ നോക്കാം. That is equal to integral of sec square x into tan square x എങ്ങനെ എടുക്കുന്നത്? Integral of sec square x into tan square x dx. sec x എടുക്കാം. അതെങ്ങനെ എടുക്കും? അതിന്റെ നമുക്ക് tan x equal to t എന്ന് എടുത്താലോ? എടുക്കാം. tan x equal to t sec square x dx is equal to dt. എടുക്കാം. അങ്ങനെ എടുക്കാവോ? നോക്കട്ടെ, ഇവിടെ അസ്യൂം ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇന്റഗ്രൽ, ഇതിനകത്ത് രണ്ട് ഇന്റഗ്രൽസ് ഉണ്ട്. ഓക്കെ, രണ്ട് ഇന്റഗ്രൽസ് ഉണ്ട്. ഇങ്ങനെ ദിസ് ഈസ് I1, ഇത് I2 ആണ്. ഓക്കെ, രണ്ട് ഇന്റഗ്രൽസ് ഉണ്ട്. ഫസ്റ്റ് ഇന്റഗ്രൽ, ഇത് സെക്കൻഡ് ഇന്റഗ്രൽ. അപ്പൊ ഫസ്റ്റ് I1 ചെക്ക് ചെയ്യാം. I1 is equal to integral of sec square x into tan square x dx ആണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്ത് ചെയ്യും? ഈക്വൽ ടു there are many different ways. അപ്പൊ ആദ്യം വേണമെങ്കിൽ നമുക്ക് tan x equal to t എന്ന് അസ്യൂം ചെയ്യാം. tan x equal to t എന്ന് എടുത്തു. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? What is derivative of tan x? sec square x dx equal to dt. അപ്പൊ നമ്മുടെ I1 എങ്ങനെ ഇരിക്കും? I1 will be equal to sec square x dx എന്ന് പറയുന്നത് dt ആണ്. പിന്നെ tan square x എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? tan square x എന്ന് പറയുന്നത് t square ആയി മാറും, t square. So it becomes ഇതിന്റെ ഇന്റഗ്രൽ എങ്ങനെയാണ് വരുന്നത്? 1/3 t raised to 3. ഓക്കെ, 1/3 into t raised to 3 plus c1. ഓക്കെ, അതുപോലെ തന്നെ ഇനി I2 എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും? I2 will be equal to എന്താണ്? tan square x ആയിരുന്നു. അപ്പൊ അതിനെ മാറ്റി ഇന്റഗ്രൽ ഓഫ് sec square x minus 1 ആയി മാറും അല്ലേ? dx. അപ്പൊ പിന്നെ അതെന്ത് സംഭവിക്കും? ഇന്റഗ്രൽ ഓഫ് sec square എന്താണ്? ഇന്റഗ്രൽ ഓഫ് sec square എത്രയാണ്? tan x അല്ലേ?
tan x അതെ. അത് tan x പ്ലസ് അല്ലെങ്കിൽ മൈനസ് എക്സ് പ്ലസ് C2. ഓക്കെ, ആ രീതിയിൽ എടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് ഇടാം. ഇനി ഈ ടിയും റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ടി റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ടി എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു, tan x equal to t എന്നാണ് എടുത്തത്. ലെറ്റ് tan x equal to t എന്നാണ് എടുത്തത്. അപ്പൊ tan x ഇവിടെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഈക്വൽ ടു എന്ത് സംഭവിക്കും, tan raised to 3x 1/3 പ്ലസ് C1 ഉം C2 രണ്ടും കൂടെ ലാസ്റ്റിൽ കൊടുക്കാം. പ്ലസ് അല്ലല്ലോ, മൈനസ് ആണ്. മൈനസ് ഓഫ് tan x, കാരണം ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ ആ മൈനസ് സൈൻ ഇങ്ങോട്ടും വരും, ആ മൈനസ് സൈൻ ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പൊ tan x പ്ലസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ C1 പ്ലസ് C2 അതിന്റെ ടോട്ടൽ ആണ്. ഓക്കെ, ദിസ് ഈസ് യുവർ ആൻസർ. ഇവിടെ വരെ ഉള്ളൂ എന്നാ തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, 16th ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അപ്പൊ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. കാരണം ഓരോന്നിനും അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേതും സൈഡിൽ എഴുതി പോകേണ്ടി വരും ഇല്ലെങ്കിൽ. അപ്പൊ അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ I1 ഉം I2 ഉം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്തത്. ഓക്കെ, any question number, next question 17th question എങ്ങനെയാണ്, അതും sin raised to 3x plus cos raised to 3x divided by sin square x into cos square x. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇത് രണ്ടിനെയും കൂടെ ന്യൂമറേറ്ററിന്റെ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെ ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം, പിന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ബിക്കംസ് sin raised to 3x divided by sin square x into cos square x plus cos raised to 3x divided by sin square x into cos square x. Okay, അപ്പോൾ ഇതിനകത്ത് പലതും കട്ടായി പോകും. So that becomes sin x divided by cos square x plus cos x divided by sin square x. Okay, അപ്പോൾ ഇത് ഇത്രയായി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇവിടെ വരെയായി. ഇനിയും cos x equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ sin x dx is equal to dt എന്നാവും. അതുപോലെ sin x equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ cos x dx is equal to dt എന്നാവും, സെപ്പറേറ്റ് ആയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ശരിക്കും അങ്ങനെ ടി ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും. അപ്പൊ അതിന് നമ്മളൊരു ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫോർമുല അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഫോർമുല ഞാൻ ഇവിടെ സൈഡിൽ എഴുതുവാണ്, അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാം. ഓക്കെ, ഒരു സ്പെഷ്യൽ ഫോർമുല ആണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. ഓക്കെ, അതിന്റെ ഏതാ എടുക്കേണ്ടത്? പല ഫോംസ് ഉണ്ട്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഫോർമുലയാണ് ഇന്റഗ്രൽ ഓഫ് f of x the whole raised to n. ഓക്കെ, f of x the whole raised to n into f dash of x dx. ഇങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ, ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ പവേഴ്സ് ഉണ്ട്, പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് ഈ അകത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷനിലുണ്ട് ഇൻറ്റു ഡി എക്സ്. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ഇന്റഗ്രാൻഡ് കിടക്കുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇത് ആൻസർ വിൽ ബിക്കം, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കും, f of x the whole raised to n plus 1 by n plus 1. ഇവിടെ n not equal to -1 ആയിരിക്കണം, n not equal to -1 and f of x should be പോസിറ്റീവ്. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ നമുക്ക് മറികടന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോകാൻ പറ്റും. എന്നുവെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുല ആണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ cos square x, ഓക്കെ, ഈ cos square x നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? cos square x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ cos x the whole raised to -2 എന്ന് എഴുതാൻ പറ്റുമോ? cos x whole raised to -2 എന്ന് എഴുതി ഇൻറ്റു sin x ആയി, പ്ലസ് ഇവിടെയോ sin square x
അല്ലെങ്കിൽ sin x the whole raised to -2 -2 എഴുതാൻ പറ്റുമോ? ഇല്ലേ? sin x the whole raised to -2 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം താഴെയാണ് sin x whole square ആണ്, അത് മുകളിലോട്ട് പോകുമ്പോൾ sin x raised to -2 എന്നാവും into cos x dx. ഇനി നോക്കുമ്പോൾ cos x ന്റെ ഡെറിവേറ്റീവ് ആണ് sin x, അതുപോലെ തന്നെ sin x ന്റെ ഡെറിവേറ്റീവ് ആണ് cos x. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. dx ഇവിടെ dx ഇവിടെ dx ഇവിടെ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റഗ്രൽ dx ഓക്കെ. ഇതിന്റെ ഡെറിവേറ്റീവ് ഇത്, ഈ sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്താണ്? ഇതാണ് നമ്മുടെ f of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos x ന്റെ ഡെറിവേറ്റീവ് sin x അതിന്റെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അങ്ങനെ ഫോർമുല എന്തായിരിക്കും? അപ്പൊ cos of x -1 n -2 + 1 ഇപ്പുറത്തെ സൈഡിൽ ഇതാണ് f of x, ഇതാണ് f of x, sin x ആണ് f of x. sin x all raised to -2 divided by -2 + 1 + c. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വൃത്തിയായിട്ട് എഴുതിയാൽ മതി. and that is equal to ഇത് എത്ര -1, അപ്പൊ മൈനസ് എന്ന് എഴുതാം cos raised to -1. ഓക്കെ, cos x raised to -1 അല്ലെങ്കിൽ 1/cos x എന്ന് എഴുതാം. 1/cos x എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേണമെങ്കിൽ സീക്കിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ അതുപോലെ കിടക്കട്ടെ. ഓക്കെ, this becomes minus sec x. പിന്നെ ഇതിന്റെ ഒരു മൈനസ് സൈൻ ഇവിടെ വരും, ഇതിന്റെ ഒരു മൈനസ് സൈൻ ഇവിടെ വരും, മൈനസ് ആയി. പിന്നെ sin x -1 എന്ന് പറഞ്ഞാൽ 1/sin x എന്നർത്ഥം. 1/sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cosec x plus c. Okay, this is your answer. അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാനുണ്ടോ? If you want, you can note down. Okay, next question. എത്രാമത്തെയാ? 18. ഇന്നത്തെ 6th ക്വസ്റ്റ്യൻ ആണ്. Okay, 18th question is this: I equal to integral of cos 2x plus 2 into sin square x whole divided by cos square x. Okay, cos square x. ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും സിംപ്ലിഫൈ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഫോർമുല എടുത്തിട്ട് ചെയ്യാൻ പറ്റും. cos 2x നെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതെ, നമുക്ക് cos 2x ന്റെ ഫോർമുല ഉണ്ടല്ലോ, ഇന്നലെ പറഞ്ഞ ഫോർമുല. cos 2x is equal to എന്താണ്? cos square x ന്റെ അല്ലേ ഫോർമുല? 1 അല്ല, ന്യൂമറേറ്ററിനകത്ത് ഇവിടെ cos 2x കാണുന്നുണ്ട്. ഇന്നലത്തെ cos 2x is equal to എത്രയാണ്? 2 cos square x -1. 2 cos square x -1 എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതുകൊണ്ട്. ഓക്കെ, നമുക്ക് sin square theta plus cos square theta equal to 1 എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്നിട്ട് പിന്നെ ലാസ്റ്റ്, കാരണം താഴത്തെ ഒരു cos square ഉണ്ട്, അതും വല്ലതും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. നമുക്ക് നോക്കാം, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ cos 2x എന്തായിരുന്നു? 2 cos square x -1 ഇവിടെ പ്ലസ് 2 into sin square x I divided by cos square x dx. ഇനി ഇതും കൂടെ കൂട്ടിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 കോമൺ എടുക്കാൻ പറ്റും. 2 കോമൺ എടുത്തിട്ട് cos square x മൈനസ് അല്ലെങ്കിൽ പ്ലസ് sin square x ആകും അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും 2 കോമൺ എടുത്തിട്ട് cos square x plus sin square x എന്നാകും. പിന്നെ -1 ഓൾറെഡി ഉണ്ട്, dx അവിടെ കിടപ്പുണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ cos square x ആകും. ഓക്കെ, ഇനി ന്യൂമറേറ്റർ എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. മുകളിലത്തത് 2 മാത്രമായി മാറി, 2 -1 ആയി. ഓക്കെ, ഇത് 1 ആണ്, ഇത് 1 ആണ് അല്ലേ? cos square x plus sin square x 1 ആണ്. ഈ
cos square x plus sin square x 1 ആണ്. അപ്പൊ 2 - 1 എന്നായി പോയി. 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ് 1. So it becomes 1 by cos square x into dx. ഇനി 1 by cos square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് sec square x dx. What is integral of sec square x? Tan x plus c. Okay, so this is tan x plus c. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് സിമ്പിൾ ആയി പോകുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തതാണ്. ഓക്കെ, നോട്ട് ചെയ്യുക. ഫോർമുല ഏതാണ് എടുത്തിരിക്കുന്നത്? ഇതാണ് ഫോർമുല എടുത്തത് അല്ലെ? എവിടെ? ഈ പോർഷനിൽ. നമുക്കിന്ന് നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്? 24 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ എക്സസൈസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19 അല്ലേ? 19. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എത്രയാണ്? 1 by sin x into cosec cube x. Cos cube x. 1 by, ഒരു മിനിറ്റ് ഞാൻ എഴുതിക്കോളാം. 1 by integral of 1 by sin x into cos raised to 3 x dx. ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. cos x equal to t, sin x dx equal to dt എന്ന് എഴുതാൻ പറ്റും. പക്ഷേ അത് മുകളിലാണ്, ഇത് താഴെയാണ്. അപ്പൊ അങ്ങനെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1 by sin x ഇവിടെ ഉണ്ട് അല്ലെ? പവർ ഒരു കാര്യം ചെയ്യാം, രണ്ടിനെയും കൂടെ ഒന്ന് സെയിം ആക്കിയാലോ. ഇവിടെ sin x എടുക്കാം, ഇവിടെ cos raised to 4x, ഇവിടെ താഴെ ഒരു cos x കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് tan ആകും. ഇവിടെ cos raised to 4x ഇവിടെ കിടക്കും. ഓക്കെ, ഇൻറ്റു dx. കാരണം കോസും ടാനും കൂടെ അങ്ങോട്ട് സീക്കും ടാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ആവുമല്ലോ, അതുകൊണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കോസ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോസ് റേസ് ടു 4 മണ്ടയിലോട്ട് പോകും, മേളിലോട്ട് ന്യൂമറേറ്ററിൽ പോകും. ഇറ്റ് ബിക്കംസ് സീക്ക് റേസ് ടു 4x ഡിവൈഡഡ് ബൈ tan x into dx. ഓക്കെ, എനിക്ക് sec x equal to t അല്ലെങ്കിൽ sec square x equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ല tan x equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? sec square x dx is equal to dt എന്ന് കിട്ടും. കിട്ടുമോ? ഇല്ല. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യണം ഒന്നുകൂടെ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് sec raised to 4x സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, sec square x into sec square എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, sec square into sec square എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, കാരണം മറ്റേ നമ്മുടെ നോർമൽ മെത്തേഡ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ sec square into sec square എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ sec squareനെ 1 plus tan square എന്നുള്ള രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ tan square plus 1 എന്ന് എഴുതുക. 1 plus tan square x എന്ന് എഴുതിയിട്ട് dt whole divided by tan x. ഓക്കെ, ഇനിയാണ് നമുക്ക് tan x equal to t എടുക്കേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? ഇനി നമ്മൾ എടുക്കുന്നത് tan x equal to t എടുക്കും. അപ്പൊ എനിക്ക് sec square x dx equal to dt എന്ന് കിട്ടി. ബാക്കിയൊക്കെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. tan x നെ t ആയിട്ട് എടുക്കുമ്പോൾ sec square x dx is equal to dt എന്ന് കിട്ടി. അപ്പൊ ഇനി ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sec square x dx ഇത് dx ആണല്ലോ, sec square x dx കൂടെ dt ആയി t square. ഇതെന്താണ്? 1 plus tan square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus t square ആയി, 1 plus t square ആയി, പിന്നെ ഡിവൈഡഡ് ബൈ t ആയി. ഈ t രണ്ടിലും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, എന്ത് സംഭവിക്കും? 1 by t. That is integral of 1 by t plus into dx. Integral of t dt. ഇവിടെ dt. ഓക്കെ, ഈ 1 by t ഇന്റഗ്രൽ എന്താണ്? log of mod t plus c. പിന്നെ ഇന്റഗ്രൽ ഓഫ് t becomes t square by c. ഇനി t എന്തായിരുന്നു? t was tan x.
ടാൻ എക്സ് ഈക്വൽ ടു ടി ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഇവിടെ നോക്കാമെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടു ടി ആണ് അസ്യൂം ചെയ്തത്. അപ്പൊ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഓക്കെ, എന്താ ചെയ്തതെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് എന്താ സംഭവിച്ചത്? ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇതിനകത്ത് ആദ്യം നമ്മൾ ഇവിടെ സൈനും കോസും കൂടെ, സൈൻ താഴെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കൂടെ താഴെ കോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ഇതിന്റെ ന്യൂമറേറ്ററിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ കോസ് റേസ് ടു 4 ആയി. ഇവിടെ ഒരു കോസ് ഡിവൈഡ് ചെയ്തു, അതേ ഒരു കോസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് സിംപ്ലിഫൈ ചെയ്തു. കോസിനെ പിടിച്ച് നേരെ മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, കോസ് റേസ് ടു 4 മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് ന്യൂമറേറ്ററിൽ പോയപ്പോഴത്തേക്ക് അത് സീക്ക് റേസ് ടു 4 ആയി. ഡിനോമിനേറ്ററിൽ ടാൻ എക്സ് എന്നുള്ള രീതിയിൽ കിടക്കുന്നു. ഓക്കെ, ഡിനോമിനേറ്ററിൽ അത് ടാൻ എക്സിന്റെ രീതിയിൽ കിടക്കുന്നു. പിന്നെ എന്താണ് വരുന്നത്? പിന്നെ ഒരു ഇതിനെ സീക്ക് സ്ക്വയർ ഇൻറ്റു സീക്ക് സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഒരു സീക്ക് സ്ക്വയറിനെ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് പിന്നെ ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ അല്ലെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടി ആയിട്ട് എടുത്തു. ടാൻ എക്സ് ഈക്വൽ ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്ന് എഴുതി. ഇവിടെ ടാൻ സ്ക്വയറിന് പകരം ടി എന്നിട്ട് ഇവിടെയും ടി എന്നിട്ടു. അപ്പൊ എല്ലാം ഇങ്ങനെ കിട്ടി. ഇനി നേരെ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1/t dt ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ടി പ്ലസ് സി. പിന്നെ ഇന്റഗ്രൽ ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? അത് ടി സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ടി സ്ക്വയർ ബൈ 2 ഉള്ള രീതിയിൽ മാറും. ഓക്കെ, അതാണ് ഇവിടെ നടന്നത്. പിന്നെ ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞു. നമ്മള് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നു, മറ്റേ ടാൻ റേസ് ടു അല്ല ടാനിലല്ലോ സീക്ക് റേസ് ടു 4x സീക്ക് റേസ് ടു 4x നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് ഓൾ റേസ് ടു 2 എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ കൊടുത്തിട്ടും പ്രത്യേകിച്ച് പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഇവിടെ ഒരിടത്ത് ഫോർമുല വേണം, ഒരിടത്ത് ഫോർമുല വേണ്ട. അതിന് വേണ്ടിട്ടാ. കാരണം ടാൻ ഞാൻ ടി ആയിട്ട് എടുക്കുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് ഫോർമുലക്കകത്ത് കിട്ടും. അപ്പൊ എനിക്കൊരു സീക്ക് സ്ക്വയർ സെപ്പറേറ്റ് വേണം, ബാക്കിയെല്ലാം ടാനിലായിരിക്കണം. അങ്ങനെ മാറ്റാൻ വേണ്ടിയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 20 ആണോ? ഓക്കെ, 20th ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? I will be equal to integral of cos of 2x divided by cos x plus sin x. ഈ cos 2x ന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? എന്താണത്? 2 cos square x minus 1. വേറെ ഒരു അതിന്റെ 3 ഫോർമുലാസ് ആണ് ഉള്ളത്. ഒന്ന് cos square x minus sin square x. മനസ്സിലായോ? cos square x minus sin square x ഉണ്ട്. പിന്നെ ഈ cos square-നെ ഞാൻ 1 minus sin square എന്നൊക്കെ എഴുതുമ്പോൾ 1 minus 2 sin square x എന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ cos square x minus 2 cos square x minus 1 എന്നുണ്ട്. ഈ 3 ഫോർമുലാസ് ആണുള്ളത്. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫസ്റ്റ് ഫോർമുല ആണ്. cos 2x എന്ന് പറഞ്ഞാൽ ഈ 3 ഫോർമുലാസും cos 2x-ന്റെ ഫോർമുലാസ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ഫോർമുല ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് ഇന്റഗ്രൽ ഓഫ് cos square x minus sin square x divided by cos x plus sin x. കാരണം അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടിനും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫാക്ടർ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഫാക്ടർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്ററിൽ എന്താണ്? cos of x minus sin x into cos of x plus sin x. അത് നമുക്ക് ഒരെണ്ണം താഴെ ക്യാൻസൽ ചെയ്യാം. ഇത് cos of x plus sin of x ഉണ്ട്. ഓക്കെ, ഇവിടെ dx ഒരു ഫാക്ടർ സ്ക്വയർ ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ സ്ക്വയറും ഒരു ഫാക്ടറും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഡിനോമിനേറ്ററിനകത്തെ വാല്യൂവിനെ നമുക്ക് ടി ആയിട്ട് എടുക്കാം. അപ്പൊ ന്യൂമറേറ്റർ ഡി എക്സ് ഈക്വൽ ഡി ടി എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ? കുറച്ച് മുമ്പത്തെ പ്രോബ്ലത്തിനകത്തൊക്കെ ചെയ്തതുപോലെ തന്നെ സെയിം.
നമുക്ക് ഇനി എടുക്കേണ്ട എന്താണ്? let us assume that cos of x plus sin of x equal to t. Derivative of cos x is equal to minus sin x plus derivative of sin Cos x. is equal to cos of x equal to അല്ലെങ്കിൽ dx into dx into dx equal to dt. ഇത്രയും കിട്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കും? dt by t equal to integral of dt by t അല്ലേ? dt by t അല്ലെങ്കിൽ 1 by t dt. സി ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് ടി പ്ലസ് സി, താഴത്തെ ഡിനോമിനേറ്ററിന്റെ ഫുൾ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ആണോ? ഏത് ക്വസ്റ്റ്യനകത്തും എങ്ങനെ ടി ഒന്നും എടുത്ത് ചെയ്യണം നിർബന്ധമില്ല. ഡിനോമിനേറ്ററിന്റെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് താഴെ ഒരു ഫംഗ്ഷൻ കിടപ്പുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇതാണ് ഫോർമുല. ഓക്കെ, ഇതൊരു ഫോർമുലയും കൂടെ ഉണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എല്ലാ പ്രാവശ്യവും ഇറ്റ് വിൽ ബി ലെങ്തി, എല്ലാ പ്രാവശ്യവും നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരത്തില്ല. അപ്പൊ താഴത്തെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നങ്ങ് എഴുതി വിട്ടാൽ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വെറുതെ ഒരു ടി കൊണ്ടുവന്നിട്ട് എടുത്ത് കളയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് എഴുതും. പിന്നെ ഇനി ഞാൻ ടി മാറ്റി കൊടുക്കും വീണ്ടും, അല്ലെ? ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗ് മോഡ് ന്യൂമറേറ്റർ പ്ലസ് സി അല്ലെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നങ്ങ് എഴുതും ഞാൻ. ഓക്കെ, ലോഗ് മോഡ് കോസ് ഓഫ് എക്സ് പ്ലസ് സൈൻ ഓഫ് എക്സ് പ്ലസ് സി. ഇതെന്തായിരുന്നു? സൈൻ ഓഫ് എക്സ് പ്ലസ് സി. ഈ രീതിയിൽ എഴുതിവിടും. ഓക്കെ, ഇനി വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട്. നിങ്ങൾ ഈ ഫോർമുലയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ I will be equal to integral of sin inverse of x and sin inverse of cos x into dx. Sin inverse cos x dx. അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇവിടെ എടുക്കുന്നത് നമ്മൾ cos x is equal to t എന്ന് എടുക്കുന്നു, cos of x is equal to t എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്താ കിട്ടുന്നത്? sin x dx, sin x dx അല്ല, സോറി, മൈനസ് sin x dx is equal to dt എന്ന് കിട്ടും. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഒരു മൈനസ് സൈൻ അവിടെ വരും കേട്ടോ. ഇതിനു മുമ്പത്തേനകത്ത് ഞാനത് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് അതുപോലെ അവിടെ കിടക്കും, ഇവിടെ ഡിഫറൻഷിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി കോസ് എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഡി എക്സ് എന്തായി? ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 dt by sin x. ആ sin x ന് പകരം എനിക്ക് 1 മൈനസ് ഓക്കെ. അപ്പൊ ഇനിയാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ വൃത്തിയായിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ? ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ്, അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് ടി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി വിത്ത് ദ മൈനസ് സൈൻ. ഓക്കെ, അത് ആ രീതിയിൽ വന്നു. ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. മനസ്സിലായി? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് അതിന്റെ തൊട്ടടുത്ത് കിടപ്പുണ്ടെങ്കിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ദ ഹോൾ റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 എന്നുള്ള ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിന്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാർ, ആ സൈൻ വേഴ്സ് ടീനെ നമുക്ക് മറ്റേ ഫോർമുല ഇട്ടിട്ട് ആ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ വെട്ടി പിന്നെ ഇന്റഗ്രൽ ഓഫ് 1 അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല.
അല്ല സൈൻ ഇൻവേഴ്സ് ടീനെ ഫോർമുല ഇട്ട് അപ്പൊ 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ എന്നിട്ട് ആ ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയറിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ റൂട്ട് ഓഫ് 1 സൈൻ മൈനസ് ടി ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ ടീനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അസ്യൂം ചെയ്യണം സെക്കൻഡ് ടൈം ഓക്കെ അല്ലേ സൈൻ ഇൻവേഴ്സ് ടി ഈക്വൽ ടു യു എന്നെടുക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ അല്ലെ അതിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി യു സൈൻ ഇൻവേഴ്സ് ഇതിന്റെ ഈ രീതിയിൽ വരും ഇന്റഗ്രൽ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാം അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും ഇത് അസ്യൂഷൻ എന്നൊക്കെ എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും സൈൻ ഇൻവേഴ്സ് ടീനെ ഇവിടെ എഴുതാം സൈൻ ഇൻവേഴ്സ് ടി ഈക്വൽ ടു നമുക്ക് യു എന്ന് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ടീനെ നമ്മൾ യു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി യു എന്ന് കിട്ടി അല്ലെ അപ്പൊ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് കിട്ടുന്നത് നോക്കാം ഓക്കെ സൈൻ ഇൻവേഴ്സ് ടി അപ്പൊ മൈനസ് ഐ ഇന്റഗ്രൽ ഐ സൈൻ ഇൻവേഴ്സ് ടീനെ നമ്മൾ യു എന്ന് എടുത്തു 1 ബൈ റൂട്ട് ഓഫ് ഇത് ഇൻറ്റു ഡി ടി 1 ബൈ റൂട്ട് ഓഫ് ഇത് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഡി യു എന്ന് എഴുതി അപ്പൊ ഇവിടെ ഡി യു എന്നായി ഓക്കെ ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് യു എന്ന് പറയുമ്പോഴത്തേക്കും യു സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് അങ്ങ് മാറും ഇനി യുവിനെ മാറ്റി ടിയിലേക്ക് കൊണ്ടുവരണം ടിനെ മാറ്റി മറ്റേതിലേക്ക് കൊണ്ടുവരണം ഓക്കെ കോസ് എക്സിലേക്ക് കൊണ്ടുവരണം അപ്പൊ ആദ്യം യുവിനെ മാറ്റുക എങ്ങനെയാ മാറ്റുന്നത് സൈൻ ഇൻവേഴ്സ് ടിയിലേക്ക് മാറ്റി അല്ലെ കാരണം സൈൻ ഇൻവേഴ്സ് ടി ആണ് യു നമ്മുടെ ബൈ ടു പ്ലസ് സി അതുപോലെ കിടപ്പുണ്ട് ഇനി എന്താ ചെയ്യണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു കോസ് എക്സ് അപ്പൊ സോ ദ ഫംഗ്ഷൻ ബിക്കംസ് മൈനസ് 1 ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് പ്ലസ് സി ഒരു സെക്കൻഡ് ഇവിടെ യു സ്ക്വയർ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ സ്ക്വയർ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ വരും ഓക്കെ ഇതായിരുന്നു നമ്മുടെ ഒരു പ്രോബ്ലം ആൻഡ് ദിസ് മെത്തേഡ് സീംസ് ടു ബി ലോങ് ഓക്കെ അപ്പൊ ഇതിനൊരു ഷോർട്ട് മെത്തേഡ് ഉണ്ട് ഞാൻ ആ ഷോർട്ട് മെത്തേഡും കൂടെ കാണിച്ചു തരാം ഓക്കെ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ ഒന്നുകൂടെ ഐ ഓൾട്ടർനേറ്റ് സെക്കൻഡറി വേറൊരു മെത്തേഡിൽ ഐ വിൽ ബി ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല ഇന്റഗ്രൽ ഓഫ് sin of cos x into dx okay ഇതിനകത്ത് ഞാൻ cos x നെ sin 90 minus theta എന്ന് എഴുതുന്നു ഓക്കെ എന്തെഴുതും sin of 90 minus theta എന്ന് എഴുതാൻ പറ്റുമോ 5/2 minus theta എഴുതാൻ പറ്റുമല്ലോ ഈക്വൽ ടു cos theta ശരിയല്ലേ അപ്പൊ ഞാൻ ഇതിനെ ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്താണത് സൈൻ ഓഫ് 5/2 മൈനസ് തീറ്റ നമ്മൾ +1 +2 അല്ലേ അപ്പൊ നമ്മൾ റേഡിയൻസിലാണ് എഴുതേണ്ടത് ഡിഗ്രിയിൽ എഴുതിക്കൂടാ ഓക്കെ 5/2 മൈനസ് തീറ്റ ആണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ ഇവിടെ എന്ത് സംഭവിക്കും ഇൻറ്റു ഡി എക്സ് ഇവിടെ എന്ത് സംഭവിക്കും സൈൻ ഇൻവേഴ്സും സൈനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും ഇന്റഗ്രൽ ഓഫ് എന്താണ് ഇന്റഗ്രൽ ഓഫ് 5/2 മൈനസ് തീറ്റ ആയി മാറും ഇൻറ്റു ഡി എക്സ് സാറ് ഡൗട്ട് പറഞ്ഞു സൈൻ ഇൻവേഴ്സിനെ എങ്ങനെ സൈനുമായിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല എക്സ് അപ്പൊ ഇവിടെ എക്സ് ആയിരിക്കും മൈനസ് എക്സ് ആ ഫോർമുല അവിടെ നിന്ന് എഴുതിയത് അപ്പൊ ഇവിടത്തെ ഫോർമുലക്കകത്ത് എക്സ് അല്ലേ അതുകൊണ്ട് ഇങ്ങനെ വന്നു ഓക്കെ എന്താ ജോയില് ചോദിച്ചത് സാർ ആ സൈൻ ഇൻവേഴ്സിനെയും സൈനും തമ്മിൽ എങ്ങനെ ഇൻറ്റു ചെയ്ത ഇൻറ്റു ചെയ്യുന്നതല്ല തമ്മിൽ എന്തോ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് മനസ്സിലായി ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് പഠിപ്പിച്ചിട്ടില്ലേ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ റൂട്ടും സ്ക്വയറും എന്തോ സംഭവം റൂട്ടും സ്ക്വയറും ശരിയല്ലേ റൂട്ടും സ്ക്വയറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോത്തില്ലേ അതുപോലെ ഇൻവേഴ്സ് ഇപ്പൊ റൂട്ടിന്റെ ഇൻവേഴ്സ് ആണ് സ്ക്വയർ അതുപോലെ തന്നെ ഇപ്പൊ ഇത് സൈൻ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് സൈൻ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് ഓപ്പോസിറ്റ് ആണ് ഓക്കെ ഇത് അങ്ങോട്ട് പോവാണെങ്കിൽ മറ്റേത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫംഗ്ഷൻസ് അതുകൊണ്ട് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആയി പോവാ ഓപ്പറേഷൻ അപ്പൊ ഇനി ഇതിനകത്ത് ഇന്റഗ്രൽ ഓഫ് 5/2 എന്താണ്
ഇന്റഗ്രൽ ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആയി മാറും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് എക്സിന്റെ എക്സ് സ്ക്വയർ ബൈ ടു ആയിരിക്കും പ്ലസ് സി. ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഷോർട്ട് മെത്തേഡ് കുറെ കൂടെ എളുപ്പമാണ്. ഓക്കെ, ഇതിന് മുമ്പേ ചെയ്തത് കുറച്ച് ലോങ് മെത്തേഡാണ്, നമ്മുടെ എക്സസൈസിന്റെ മെത്തേഡാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. പക്ഷെ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് മെത്തേഡ്സും ഉപയോഗിക്കാം. സോ ദിസ് ഇസ് ദ ഷോർട്ട് മെത്തേഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ, എന്തെങ്കിലും ചെയ്യാം. ഇന്നലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിന്റെ. ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 22. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് ശകലം കോംപ്ലിക്കേറ്റഡ് ആൻഡ് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22. I equal to ഇന്റഗ്രൽ ഓഫ് എന്താണ്? 1 by cos of x minus a into cos of x minus b, okay, into dx. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടി വരും, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോൾ വന്നാലും ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ, ഇപ്പൊ ഇന്റഗ്രേഷൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇന്റഗ്രേഷൻ ഞാൻ ലാസ്റ്റിൽ ചെയ്യാം. ആദ്യം ഞാൻ ഈ ഫംഗ്ഷനെ ഒന്ന് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അത് സ്പേസ് ഒരുപാട് വേസ്റ്റ് ചെയ്യും. ഓക്കെ, സോ 1 by നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1 by cos of x minus a into cos of x minus b എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സൈൻ ഓഫ് എക്സ് മൈനസ് എ അല്ലെ സൈൻ ഓഫ് ബി മൈനസ് എ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ സൈൻ ബി മൈനസ് എ എന്നെടുക്കും. ഓക്കെ, ഇത് കുറച്ചൊരു ഈ ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ് കേട്ടോ, ഇത് ഓർത്ത് വെക്കേണ്ടി വരും. സൈൻ ഓഫ് ബി മൈനസ് എ ന്യൂമറേറ്ററിലും സൈൻ ഓഫ് ബി മൈനസ് എ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ 1 by എന്താണ്? 1 by cos of x minus a into cos of x minus b. ഓക്കെ, ഇങ്ങനെ വന്നു. ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വീണ്ടും ഈ മുകളിലത്തേത് ന്യൂമറേറ്ററിനകത്തുള്ള സൈൻ ഓഫ് ബി മൈനസ് എ ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഓഫ്, ശ്രദ്ധിച്ചു നോക്കുക, ബി മൈനസ് എ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് എ മൈനസ് എക്സ്, കാരണം എക്സ് രണ്ടും കട്ടായി പോയി. എ മൈനസ് ബി മൈനസ് എ പ്ലസ് ബി എന്നുള്ളതിനെയാണ് നമ്മളിവിടെ പ്ലസ് ബി ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഈ ബി മൈനസ് എ മാത്രം, this b minus a can be written as x minus a minus x plus b, കാരണം ഇത് b minus a തന്നെയാണ്, x രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകാം. ഓക്കെ, ഒരു അറേഞ്ച്മെന്റ് ആണ്, അത്രേ ഉള്ളൂ. അതാകുമ്പോൾ ഡിനോമിനേറ്റർ കോമൺ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനകത്തുള്ള വാല്യൂസ് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നു? ഇവിടെ സൈൻ ഓഫ് ബി മൈനസ് എ അതുപോലെ കിടക്കും. പിന്നെ ഇവിടെ cos of x minus a into cos of x minus b അവിടെ കിട്ടുന്നു. ഓക്കെ, പിന്നെന്താ വരുന്നത്? ഈ ന്യൂമറേറ്ററിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് മൈനസ് എ, ഇവിടെ മൈനസ് എക്സ് മൈനസ് ബി. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതി കൊടുക്കുക. സൈൻ ഓഫ് b minus a into cos of x minus a into cos of x minus b. ഇതിനകത്ത് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിനകത്തും ഡിനോമിനേറ്ററിനകത്തും സെയിം ഐറ്റംസ് ആണ് വരുന്നത്, ഒരു ശകലം വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? മൈനസ് സൈനും ഇൻറ്റു മൈനസും മൈനസ്, അതാണ് വ്യത്യാസം. അപ്പൊ ഇനി ഇത് സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റയുടെ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇഫ് ഐ ടേക്ക് എക്സ് മൈനസ് എ ആൽഫ ആയിട്ടും എക്സ് മൈനസ് ബി ബീറ്റ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ മൈനസ് ബീറ്റ നമുക്ക് എടുക്കാൻ പറ്റുമോ? സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ എന്നുള്ളത്. സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ
സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ, അല്ല സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് ആൽഫ. പഠിച്ചിട്ടുണ്ടോ? സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ഇതാണ് ഫോർമുല. 11 +1 പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ് ഇതൊക്കെ. ഓക്കെ, +1 പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ് ഇതൊക്കെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നത് ലെങ്തി ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, 2 ക്വസ്റ്റ്യൻസും കൂടെ അല്ലേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ വരുന്നത്? സൈൻ ഓഫ് ആൽഫ. ആൽഫ എന്താണ്? എക്സ് പ്ലസ് എക്സ് മൈനസ് എ. സൈൻ ഓഫ് എക്സ് മൈനസ് എ സൈൻ ആൽഫ കോസ് ബീറ്റ. കോസ് എക്സ് മൈനസ് ബി, പിന്നെ മൈനസ് കോസ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ ഓഫ് എക്സ്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അങ്ങനെ എടുത്തു. ഓക്കെ, 1 ഇതെല്ലാത്തിനകത്തും ഉണ്ടല്ലോ. ഇതിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ ഡിനോമിനേറ്ററിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഡിനോമിനേറ്ററിന്. അപ്പൊ ഇത് 1 സൈൻ ഓഫ് ബി മൈനസ് എ ഉണ്ട്. പിന്നെ ഡിനോമിനേറ്റർ പിന്നെ ഡിനോമിനേറ്ററിനകത്ത് ഇനി ഏത് പോർഷനാണ് ബാക്കി? ഈ പോർഷൻ ബാക്കിയാണ് അല്ലെ? ഈ പോർഷൻ ബാക്കി. അത് രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എനിക്ക് ഒരുപാട് ഇനി എഴുതണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത് മൊത്തം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് സിംഗിൾ ഡിനോമിനേറ്റർ കൊടുക്കുന്നതിന് പകരം അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതാൻ പോവാണ്. ഇവിടെ എഴുതുമ്പോഴത്തേക്കും കോസ് ഓഫ് എക്സ് മൈനസ് എ എന്നായി ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് ബി എന്നുമായി. ഓക്കെ, ഇവിടെയോ തന്നെ കോസ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് ബി. ഇനി ശ്രദ്ധിച്ച് നോക്കാമെങ്കിൽ ഇവിടെ കുറെ ഫാക്ടേഴ്സ് ക്യാൻസൽ ആവും. ഇവിടെ കോസ് ഓഫ് എക്സ് മൈനസ് ബി ക്യാൻസൽ ആയി, ഇവിടെ ഇത് ക്യാൻസൽ ആയി, ഇവിടെ കോസ് ഓഫ് എക്സ് മൈനസ് എ കോസ് ഓഫ് എക്സ് മൈനസ് എ ക്യാൻസൽ ആയി. അപ്പൊ ഇനിയും ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ? പറ്റും. ഇനി എന്താ എഴുതുന്നത്? 1 ഈക്വൽ ടു 1 ഇതുവരെ ഇന്റഗ്രേഷൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, സെറ്റിംഗ് മാത്രമേ ആയിട്ടുള്ളൂ. tan x minus a. Tan of x minus a ആയി മാറി. മൈനസ് tan of x minus b. x minus b. My x God. minus b. This is equal to 1 sin of b minus a into ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് നേരെ അങ്ങ് ഇന്റഗ്രൽ ചെയ്യാം. ഇത് നമ്മുടെ അപ്പൊ i ആയി. ഓക്കെ, അപ്പൊ i എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എന്താണ്? i എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ഇത്രയും dx ആയി മാറി. ഇനി ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതവിടെ കിടക്കട്ടെ. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് tan? tan sec square x minus a. sec square of x minus a. പിന്നെ ഇന്റഗ്രൽ ഓഫ് tan ഇവിടെയോ? sec square x minus b. x minus b. ഇത്രേ ഉള്ളോ? പ്ലസ് c. പ്ലസ് c. ശരിയാണോ? അതുകൊണ്ട് നോക്കിയേ, വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് tan? വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് tan? ഡെറിവേറ്റീവ് ഓഫ് tan sec square. അപ്പൊ sec സ്ക്വയറിന്റെ ഇന്റഗ്രൽ അല്ലേ tan വരുന്നത്? ഇത് തിരിച്ചല്ലേ എഴുതിയത്? തെറ്റിപ്പോയി. ഒന്ന് നോക്കി എന്താ ഫോർമുല? log of mod log mod cot അല്ല cot അല്ല log sin x ആണോ? പ്ലസ് c. നോക്കിക്കോ log mod sec x plus c. sin കോട്ടിലാണ്. ഓക്കെ, this is log mod sec of x minus a I minus log mod sec of x minus b I പ്ലസ് ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും കേട്ടോ, നല്ല കൺഫ്യൂഷൻ വരും. ഈ ചില പ്രോബ്ലംസ് ഇതൊരു പെക്യുലർ പ്രോബ്ലം ആണ്, ഇത് നോക്കിയിട്ട് പോയേ പറ്റൂ. ഓക്കെ, ലോഗിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതറിയാം. ലോഗ് ഓഫ് എ മൈനസ് ലോഗ് ഓഫ് ബി എന്നൊക്കെ വന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ലോഗ് ഓഫ് എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 1 sin of b minus ai. This can be written as log of sec of x minus a by sec of x minus b. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റും. ഇനി സീക്കിനെ മാറ്റി വേണമെങ്കിൽ കോസ് ആയിട്ട് എഴുതാം. ശരിക്കും നമ്മുടെ എവിടെ പോയി പോയാൽ ഈ പോർഷനിൽ കഴിഞ്ഞു. പക്ഷെ
ഒന്നും കൂടെ വേണമെങ്കിൽ പല ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സൈൻ ഓഫ് ബി മൈനസ് എ അവിടെ കിടക്കുന്നു. ഇനി സിക്കെല്ലാം മണ്ടയിലും താഴെയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ലോഗ് ഓഫ് ദിസ് ഈസ് കോസ് ഓഫ് എക്സ് മൈനസ് ബി ബൈ കോസ് ഓഫ് എക്സ് മൈനസ് എ. ഡിപ്പെൻസ് അപ്പോൺ ഹൗ ദി ആൻസർ ഇസ് ഗിവൺ ടു യു. ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, അല്ല വാട്സാപ്പിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ നോക്കി എഴുതാൻ നിങ്ങൾക്ക് ശകലം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വീഡിയോ കണ്ടേക്കുക. ഓക്കെ സാർ, ആ ലോഗിന്റെ ഫോർമുല അപ്ലൈ ചെയ്തതാണ് അവിടെ. ലോഗിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തതാണ്. ലോഗ് ഓഫ് എക്സ് പ്ലസ് ലോഗ് ഓഫ് വൈ എന്നല്ല, ലോഗ് എ പ്ലസ് ലോഗ് എ മൈനസ് ലോഗ് ബി മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് ഓഫ് എ ബൈ ബി ആണ് അല്ലേ? log a by b can be written as log a minus log b. അപ്പൊ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇവിടുന്ന് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കി മാറ്റിയതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സാർ കോസ് എങ്ങനെ വന്ന്? കോസ് സിക്ക് ന്യൂമറേറ്ററിൽ പോകുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 23rd ക്വസ്റ്റ്യൻ. 23rd ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിൾ ആണ്. ഡിനോമിനേറ്റർ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഡിവിജ്വലി ലെങ്തി ആയിരുന്നു. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്, ഇത് കോസ് ടു എക്സ് ആണ്, മനസ്സിൽ കാണാം. ഇത് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ രണ്ടിനും കൂടെ കൊടുക്കുക. അപ്പോൾ ആദ്യത്തേനകത്ത് സൈൻ സ്ക്വയർ കട്ടായിപ്പം 1/cos സ്ക്വയർ എന്ന് വരും. 1/cos സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec സ്ക്വയർ എക്സ് ആണ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഈ ഡിനോമിനേറ്റർ രണ്ടാമത്തേന്റെ കൂടെ കൊടുക്കുമ്പോൾ കോസ് സ്ക്വയർ കട്ടാവും, ഡിനോമിനേറ്ററിൽ സൈൻ സ്ക്വയർ വരും, ന്യൂമറേറ്ററിൽ cosec സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാകും. ഇന്റഗ്രൽ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ? ആൻഡ് ദാറ്റ് ഈസ് tan x. cosec x is equal to cot x minus cot x plus c. Okay, any other rearrange ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സോറി, cot x plus c അത്രേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞു. ഓക്കെ, 23rd കഴിഞ്ഞു. ഇനി 24th ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യൻ താണ്ടിരിക്കുന്നു. 24th ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? Integral of e raised to x into 1 plus x divided by എന്താണ്? cos square into e raised to x into x. Oh my god, ഇതിനകത്ത് എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ താഴത്തെ ഒരു ഭീകര വസ്തു ഉണ്ടല്ലോ, അതിനെ ഞാൻ t ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ അതൊന്ന് അസ്യൂം ചെയ്ത് നോക്കട്ടെ, നമുക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. let e raised to x into x equal to t. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വരും കേട്ടല്ലോ, u into v. ഓക്കെ, അറിയാമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ആസ് ഇറ്റ് ഈസ്, ഇങ്ങനെ ആവുമ്പോൾ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? e raised to x as it is derivative of x is 1 plus x as it is derivative of e raised to x is e raised to x dx. മനസ്സിലാവുന്നുണ്ടോ? in equal to dt. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്ക് e raised to x കോമൺ എടുക്കാൻ പറ്റും. അപ്പൊ 1 plus x എന്ന് കിട്ടി, into dx എന്ന് കിട്ടി, equal to dt എന്നും കിട്ടി. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ന്യൂമറേറ്റർ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈസി. ഇനി നമുക്ക് ഇതിനെ നമുക്ക് i എന്ന് വിളിക്കാം. അപ്പൊ i ഈക്വൽ ടു ആദ്യം എഴുതാം. i ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് e raised to x into 1 plus x dx എന്താണ്? അതാണ് നമ്മുടെ dt. ഓക്കെ, ഡിനോമിനേറ്ററിനകത്ത് cos square t. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇന്റഗ്രൽ ഓഫ് sec square t into dt. ഈ sec square ഇന്റഗ്രൽ ഓഫ് sec square എന്താണ്? ഇന്റഗ്രൽ ഓഫ് sec square ആണ് നമ്മുടെ tan t plus c അല്ലെ? tan t plus c. ഇനി നമ്മുടെ tan മാറ്റി കൊടുത്താൽ മതി. വാട്ട് ഈസ് tan? കഴിഞ്ഞു. t എത്രയാണ്? t ആണ് നമ്മുടെ e raised to x into x plus c. 24 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ഇത് നമ്മുടെ അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഇതിനകത്ത് ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു. അല്ല, ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. Option A. This was option A, and here we have as option B. അല്ലേ? ഓപ്ഷൻ ബി ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇത്ര ഈ ഫുൾ എക്സസൈസിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഹലോ, അങ്ങനെയാണെങ്കിൽ കാരണം വി ഹാവ് ഹാഫ് ആൻ അവർ മോർ. 8:30 വരെ ആയിരുന്നു ക്ലാസ് വെച്ചിരുന്നത്. എക്സസൈസ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ പുതിയ ഒരു ടെക്നിക്കിലേക്ക് പോകണം. അതിന്റെ കുറെ ഫോർമുലാസിലേക്ക് പോകണം. നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെക്ക് ചെയ്യുക, എല്ലാം സോൾവ് ചെയ്യുക. പിന്നെ നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ രാത്രിയിലും കൂടെ ക്ലാസ് വെക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇപ്പൊ ഇവിടെ നിർത്താം. പിന്നെ രാത്രിയിൽ പറ്റുമെങ്കിൽ വേറെ അടുത്ത ക്ലാസ് ഇന്ന് രാത്രിയിലത്തേക്ക് ഇടാം. ഓക്കെ, സോ നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്യുക. 1 to 24 there are 24 questions. 2 വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു ഓൾ. ഒരു മിനിറ്റ്, ആരും പോകരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് നോക്കിക്കോട്ടെ. 9 പേരുണ്ടായിരുന്നു. അനുപമ, ജോയൽ, അഫ്ഷാൻ, അലൻ, ഭാവന, ഫർസാൻ. ഓക്കെ, ആശീർവാദ് വീണ്ടും പോയി. ഇടയ്ക്ക് വരും പോവും അല്ലേ? ശരി, ഓക്കെ, യു ക്യാൻ ലീവ്. താങ്ക് യു.